നമസ്കാരം. ജനകീയ വാർത്താ നിരത്തിന്റെ സമയമാണിനി. ജനകീയ വിഷയങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിറയുന്ന 24-ന്റെ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണ്. ആരംഭിക്കാം. പൊതുജനം കഴുതല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നിരവധി വിഷയങ്ങൾ പറയാനുണ്ട്, നിരവധി റിപ്പോർട്ടുകളുണ്ട്. ജനകീയ വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാമെന്ന് വീണ്ടും ഹൈക്കോടതി വ്യക്തമാക്കി. അതായത് ED അന്വേഷണത്തിന് നേരത്തെ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് ഇന്ന് തള്ളുകയായിരുന്നു. കേസിലെ തുടർ നീക്കങ്ങൾ വേഗത്തിലാക്കാനാണ് EDയുടെ തീരുമാനം. പഴുതടച്ച അന്വേഷണം വേണമെന്നാണ് കൊച്ചിയിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ ED ഡയറക്ടർ രാഹുൽ നവീൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പിണറായി വിജയന്റെ മകൾ വീണ ടി അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്നത്തെ യോഗം ചർച്ച ചെയ്തു. കൊച്ചിയിൽ നിന്നും വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. തുടരന്വേഷണത്തിന് പച്ചക്കൊടി. CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ ED അന്വേഷണമാകാമെന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. തൊട്ടടുത്ത ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലടക്കം 12 ഇടങ്ങളിൽ EDയുടെ പരിശോധന. ശേഷം അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL വീണ്ടും ഹൈക്കോടതിയിലേക്ക്. ഡിവിഷൻ ബെഞ്ച് ആ അപ്പീലും തള്ളി. ഷെഡ്യൂൾഡ് കുറ്റകൃത്യത്തെക്കുറിച്ച് FIR രജിസ്റ്റർ ചെയ്യാതെ EDക്ക് ECIR രജിസ്റ്റർ ചെയ്യാനാവില്ലെന്ന വാദമാണ് അപ്പീലിൽ CMRL ഉന്നയിച്ചത്. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ആ വാദം തള്ളി. ഷെഡ്യൂൾ പ്രകാരമുള്ള കുറ്റകൃത്യം ഇല്ലെങ്കിലും EDക്ക് അന്വേഷണം നടത്താം. പരിശോധനകൾ നടത്താനും സമൻസ് അയക്കാനും നിയമ തടസ്സമില്ല. PMLA പ്രകാരമുള്ള സിവിൽ നടപടികളുമാകാം. EDയുടെ ECIR റദ്ദാക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട വിഷയവും ചർച്ചയായി. ED അഭിഭാഷകരും യോഗത്തിൽ പങ്കെടുത്തു. CMRL എക്സാലോജി കേസിന്റെ അന്വേഷണം തൃപ്തികരമാണെന്ന വിലയിരുത്തൽ. തുടർ നടപടികൾ വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകി. പഴുതടച്ച അന്വേഷണം വേണമെന്ന് രാഹുൽ നവീൻ പറഞ്ഞു. വീണ ടി അടക്കമുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. നേരത്തെ കേസിന്റെ ഭാഗമായി 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. 242 അക്കൗണ്ടുകളിലായി 18 കോടിയോളം രൂപ മരവിപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിയുടെ ഒരു അക്കൗണ്ട് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 2,78,00,000 രൂപയോളം വീണയ്ക്കും കമ്പനിക്കുമായി കരിമണൽ കമ്പനിയിൽ നിന്ന് IT സേവനങ്ങൾക്ക് എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ എക്സാലോജി കമ്പനി കരിമണൽ കമ്പനിക്കായി പ്രത്യേക സേവനങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് കമ്പനിയിൽ ആദ്യം അന്വേഷണം നടത്തിയ SFIO കണ്ടെത്തൽ. എക്സാലോജിക്ക് CMRL നൽകിയ സേവനമെന്ത്? അതിനുവേണ്ടിയാണോ ഈ പണം എക്സാലോജിക്കിന് കൈമാറിയത്? ലഭിച്ച പണം എവിടെ, എന്തിനുപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വേണം, ഉത്തരം വേണം. ED അന്വേഷണം വെളിച്ചം വീശുന്നത് അതിലേക്കാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. വളരെ പെട്ടെന്ന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. വൈദ്യുതാഘാതമേറ്റ് യുവാവ് മരിച്ചു എന്നൊരു വാർത്ത ഇടുക്കി അടിമാലിയിൽ നിന്നും വരുന്നു. ഇരുമ്പുപാലം പടിക്കപ്പുന്നതിയിലെ രമേശാണ് മരിച്ചത്. 24 വയസ്സാണ്. വൈദ്യുതി ലൈനിന്റെ ടച്ച് വെട്ടുന്ന ജോലിക്കിടെ വൈദ്യുതാഘാതം ഷോക്കേൽക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് നൽകുന്ന വിവരം. രാഹുൽ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് ഉണ്ടായത്? പ്രജൻ, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. മഴ തുടങ്ങിയതോടുകൂടി ഈ ലൈനുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കമ്പുകളൊക്കെ വെട്ടുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്. താൽക്കാലിക ജീവനക്കാരനാണ്, കോൺട്രാക്ട് ജീവനക്കാരനാണ്. ഇവർ ഒരു കൂട്ടത്തോടൊപ്പം ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ ഈ ടച്ച് വെട്ടുന്നതിന് വേണ്ടി ട്രാൻസ്ഫോമറിൽ നിന്ന് ഫ്യൂസ് ഊരി മാറ്റേണ്ട ജോലിയാണ് ഈ രമേശ് ചെയ്തിരുന്നത്. ഇതിനിടയിൽ ട്രാൻസ്ഫോമറിനോട് ചേർന്നുള്ള ഫ്യൂസിന് സമീപത്ത് നിന്ന് വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നിലവിൽ ഈ രമേശിന്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ
നൽകിയത്. രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാലമാണ്, ശക്തമായ മഴ അതിങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം കൂടി കേരളത്തിലുണ്ട്. ആ സമയത്താണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഈ സമയത്ത് ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് KCBയും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും എല്ലാം തന്നെ ഇത്തരം വർക്കുകൾ നടത്തുന്നുണ്ട്. അവിടെ എല്ലാം വളരെ ജാഗ്രത വേണം എന്നാണ് പറയാനുള്ളത്. എന്താണ് മഴ സാഹചര്യം എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. മഴയിലേക്ക് വരാം. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. മഴ ശക്തമായി തുടരുന്ന സമയമാണെങ്കിലും തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് മഴക്കാല പൂർവ്വ ശുചീകരണം എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന ആമിഴഞ്ചാൻ തോട് വീണ്ടും മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. ആമിഴഞ്ചാൻ തോട് എന്താണെന്നൊക്കെ നമുക്കറിയാം. അവിടെ തൊഴിലാളി വീണ് മരിച്ച സംഭവം ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് വരുന്നുണ്ട്. സമീപവാസികൾക്ക് തീരാദുരിതമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ആ മാലിന്യ കൂമ്പാരമായി മാറിയ ആമിഴഞ്ചാൻ തോടിന്റെ അവസ്ഥ. മാലിന്യം നീക്കുന്ന നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും മറുവശത്ത് വീണ്ടും മാലിന്യങ്ങൾ കൊണ്ട് തള്ളുകയാണ് ചിലർ. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ തിരുവനന്തപുരം നഗരസഭയുടെ ഊർജിത ശ്രമം നടക്കുന്നുമുണ്ട്. തിരുവനന്തപുരത്തു നിന്നും ജിബിൻ JB തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. മാലിന്യപ്പുഴയാകുന്ന ആമിഴഞ്ചാൻ. മഴക്കാലം ഇങ്ങെത്തിയതോടെ തിരുവനന്തപുരം നഗരത്തിന്റെ മഴക്കാലപൂർവ്വ ശുചീകരണം എന്തായി എന്ന് നോക്കാനാണ് 24 വാർത്താ സംഘം എത്തിയത്. പക്ഷെ കണ്ട കാഴ്ചകൾ ഞെട്ടിക്കുന്നതാണ്. തൊട്ടുപിന്നിലായി കാണുന്ന ഈ സ്ഥലത്താണ് റെയിൽവേയുടെ അധീനതയിലുള്ള ആമിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം വൃത്തിയാക്കുന്നതിനിടെ ജോയി എന്ന കരാർ തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായത്. വർഷം 2 തികയുന്നതേ ഉള്ളൂ. ഇന്നത്തെ ആമിഴഞ്ചാൻ തോടിന്റെ അവസ്ഥയൊന്ന് പ്രേക്ഷകർ കാണണം. തിരുവനന്തപുരം നഗരത്തിന് എന്നും തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാലിന്യവാഹിനിയായി ഒഴുകുന്ന ആമിഴഞ്ചാൻ തോട്. വൃത്തിയാക്കാനായി മുടക്കുന്ന കോടികൾ മാത്രമാണ് എല്ലാ കാലത്തും തീരുന്നത്. തോട്ടിലെ മാലിന്യത്തിന്റെ അളവിന് ഒരു കുറവും ഉണ്ടാകുന്നില്ല. ഒരു ഭാഗം വൃത്തിയാക്കി അടുത്ത ഭാഗത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ആ ഭാഗം വീണ്ടും മാലിന്യം കൊണ്ട് നിറയും, അല്ലെങ്കിൽ നിറയിപ്പിക്കും. ഈ ഓട മുഴുക്ക വേസ്റ്റാണ്, നാട്ടുകാർ കൊണ്ടിടുന്നതാണ്. അത് എടുക്കുന്നവനും പോകുന്നവനും കഷ്ടമാണ്. ഇത് കോർപ്പറേഷനായിരുന്നാലും ശരി തന്നെ, തിരുവനന്തപുരത്ത് മേയറായിരുന്നാലും ശരി തന്നെ, എല്ലാവരും ഇത് അറിയണം. തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും കൊണ്ട് വിട്ടു. ഇത് ആരെടുത്ത് പറയാനായിട്ട്? മന്ത്രിയോട് പറയാക്കോ? രാവിലെ കൊപ്പി പറക്കാറക്കുമ്പോഴത്തേക്ക് കൊണ്ട് ഓടയിലെടുത്ത് ഇറങ്ങിയിട്ട് പോകും. പൊതുജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് അത് നിങ്ങൾക്കായിരുന്നാലും ഞങ്ങൾക്കായിരുന്നാലും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ ഓട നന്നാക്കുന്ന ആൾക്കാരുണ്ട്, അവർ വന്ന് ഓട നന്നാക്കുന്നു. പക്ഷേ ഓട നന്നാക്കിയിട്ട് പോകുമ്പോഴും പിന്നെയും കൊണ്ട് തട്ടയാണ്. അപ്പോൾ അത് ഇവിടെ വന്ന് മാലിന്യം കെട്ടി നിൽക്കും. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ഈ നാട്ടുകാർക്കില്ലേ? അവർ ഈ മാലിന്യങ്ങൾ ഒന്നിൽ കോർപ്പറേഷനിൽ കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം അവർ. നഗരസഭാ പരിധിയിൽ രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയും മേയറും. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഒരുവാതിൽ കോട്ടയിൽ മാലിന്യം തള്ളാനെത്തിയവരെ ലോറി സഹിതം മേയർ പിടികൂടി. വാഹനവും കസ്റ്റഡിയിലെടുത്തു. ഈ വാഹനം മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് കോർപ്പറേഷൻ്റെ ഹെൽത്ത് സ്ക്വാഡ് സീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഗ്യാരേജിലേക്ക് മാറ്റും. പിന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ട് അതിൻ്റെ നിയമ നടപടികൾ മുന്നോട്ട് പോകും. പലപ്പോഴും സംഭവിക്കുന്നത് തിരുവനന്തപുരത്തെ പല സ്ഥലങ്ങളിലും പതിറ്റാണ്ടുകളായുള്ള ചില പ്രൊട്ടക്ഷൻ കൊണ്ട് ചില ഗുണ്ടാ മാഫിയ സംഘങ്ങൾ പല മേഖലയിൽ പിടിമുറുക്കിയിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ്റെ ഹെൽത്ത് സ്ക്വാഡ് തന്നെ രാത്രി രംഗത്തിറങ്ങുമ്പോഴേക്കും അവരെ ശാരീരികമായി ആക്രമിക്കാൻ ഉൾപ്പെടെ ഈ മാഫിയകൾ തുനിയുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ പോലീസിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. പോലീസിൻ്റെ ഭാഗത്ത് നല്ല സഹകരണം വരികയാണ്. അതോടൊപ്പം ആവശ്യമായ ഘട്ടങ്ങൾ ഇങ്ങനെയുള്ള മാഫിയകൾ രംഗത്തിറങ്ങുകയാണെന്ന് ഞങ്ങൾ ജനപ്രതിനിധികൾ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു ഗുണ്ടാ സംഘങ്ങളെയും മാഫിയ സംഘങ്ങളെയും നിയമം കയ്യിലെടുത്ത് കളിക്കുന്ന ഒരാളിനെയും വച്ച് വാഴിപ്പിക്കാൻ വേണ്ടി കോർപ്പറേഷൻ ഉദ്ദേശിക്കുന്നില്ല. ആമിഴഞ്ചാൻ തോട്ടിലും മറ്റ് ജലാശയങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതാണ് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് വരെ കാരണമാകുന്നത്. ഈ മാലിന്യ പ്രശ്നം മനുഷ്യനിർമ്മിതമാണ്. കോർപ്പറേഷൻ്റെയോ സർക്കാർ സംവിധാനങ്ങളുടെ തലയിൽ കൊണ്ട് കെട്ടാൻ സാധിക്കുന്നതല്ല ഈ മാലിന്യ പ്രശ്നം. ആമിഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ജനങ്ങളാണ്. ഓരോ തവണ വൃത്തിയാക്കുമ്പോഴും വീണ്ടും വീണ്ടും മാലിന്യങ്ങൾ ഇങ്ങോട്ടേക്ക് വലിച്ചെറിയും. സ്വയം തീരുമാനമെടുത്താൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. സന്തോഷ് ചേവർക്കൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ജിബിൻ അവസാനം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമ്മൾ അതോർത്ത് അതിന് ആക്ഷേപങ്ങൾ പറയാറുണ്ട്, അതിലെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും അവിടെ മാലിന്യം കൊണ്ടു തള്ളുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ തന്നെയാണ്, നമ്മൾ ചിലരാണ് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയെങ്കിൽ അതാണ് മാറ്റേണ്ടത്, ആ സമീപനമാണ്, ആ രീതിയാണ് മാറ്റേണ്ടത്. അങ്ങനെയെങ്കിൽ എല്ലാ തോടുകളും ഇതുപോലെ മാലിന്യപ്പുഴയായി മാറുന്ന തോടുകളെല്ലാം നല്ല തെളിഞ്ഞ വെള്ളമുള്ള തോടുകളായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നിലപാടുകളും നമ്മുടെ
മുന്നോട്ടുള്ള പോക്കും അതിലാണ് മാറ്റം വരുത്തേണ്ടത് എന്നാണ് ഒരുപാട് പ്രേക്ഷകർ പറയുന്നു. അതിൽ നേരത്തെ നമ്മൾ അപകട വാർത്ത പറഞ്ഞു, വൈദ്യുതി ലൈനിൽ ഷോക്കേറ്റ് മരിച്ച സംഭവം പറഞ്ഞു. അതിന് പിന്നാലെ ഈ മഴയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് സീന മുഹമ്മദാണ്. മഴക്കാലം തുടങ്ങിയാലാണല്ലോ എല്ലാ വർഷവും മഴക്കാല പൂർവ്വ ശുചീകരണം തുടങ്ങുക, അതിനൊരു മാറ്റം ഇനി എന്നാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. നേരത്തെ തുടങ്ങേണ്ടതാണ്, പക്ഷേ അത് നീട്ടി കൊണ്ടുപോകുന്നത് ആരാണ് എന്നതാണ് ചോദ്യം. അധികൃതർ അതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം വളരെ മുൻപേ തുടങ്ങേണ്ടതും വളരെ മുമ്പേ പൂർത്തിയാക്കേണ്ടതുമാണ്. അത് പലരും ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഓരോ പ്രദേശത്തും കുറച്ചൊക്കെ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കി വികസനമാണെങ്കിലോ? അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്കാണ് കാസർഗോഡ് ചെർക്കള കുണ്ടെടുക്കാൻ നിവാസികൾ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത്. ഓവുചാലോ സർവീസ് റോഡോ ഇല്ലാതെയുള്ള ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുമ്പോൾ മഴയിൽ മണ്ണും ചെളിയും ജനവാസ മേഖലകളിലേക്ക് ഒഴുകിയെത്തുന്നത് തുടർക്കഥയാവുകയാണ്. കാസർഗോഡ് നിന്നും പ്രദീപ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. തീരാദുരിതം. നാട് പുരോഗമിക്കണമെങ്കിൽ പശ്ചാത്തല മേഖലയിൽ ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. അതിനാരും എതിരുമല്ല. പക്ഷേ ഓരോ പ്രദേശത്തെയും ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടാകരുത് വികസന പ്രവർത്തനങ്ങൾ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഡ്രെയിനേജോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കാസർഗോഡ് ചെർക്കള കുണ്ടടുക്കയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ്. കനത്ത മഴയിൽ ചെളിയും മണ്ണും താഴോട്ട് കുത്തിയൊലിച്ചു വരുമ്പോൾ ഇവിടുത്തുകാരുടെ ഉള്ള് ആളുകയാണ്. കഴിഞ്ഞ 4 വർഷമായി മുണ്ടെടുക്കത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണിത്. ഇത്തവണ കാലവർഷം ആരംഭിച്ച ആദ്യ നാളുകളിൽ തന്നെ അവർ പ്രയാസം അനുഭവിച്ചു തുടങ്ങി. മുകൾ ഭാഗത്ത് ദേശീയപാത 66 6 വരിയിൽ മാത്രമാണ് കടന്നുപോകുന്നത്. സർവീസ് റോഡില്ല. ഓവുചാലം കൂടി ഇല്ലാതായതോടെ മഴവെള്ളത്തിൽ മണ്ണും കല്ലും ചെളിയുമെല്ലാം താഴേക്ക് കുത്തിയൊലിക്കുകയാണ്. ഇത് 3-4 വർഷമായിട്ടുള്ള ഇതാണ്. 4 വർഷമായിട്ട് കണ്ടിന്യൂ ഈ മഴ വരുമ്പോഴുള്ള പ്രശ്നമാണ്. നമ്മൾ 4 വർഷമായിട്ട് കൃഷി ചെയ്യുന്നില്ല. നമ്മളെ വീടുകളിൽ മൊത്തം ഈ പ്രാവശ്യം ചളികൾ കയറിക്കഴിഞ്ഞു. നമ്മൾ വയസ്സായവരെ കൊണ്ട് രാത്രി എന്തെങ്കിലും വയ്യായിക ആയി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വരെ എത്തിക്കാൻ വളരെ പ്രയാസമാണ്. ഇപ്പോൾ കാണും, നിങ്ങൾ ഇന്ന് കാണും, ചളി കെട്ടിയിട്ടുണ്ട് റോഡിൽ മൊത്തം. ഇപ്പോൾ ഇവിടെ കുടിവെള്ളത്തിൻ്റെ ഒരു കിണറുണ്ട്. ആ കിണറിൽ വെള്ളം പോയി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം വരെ ഇല്ല. വളരെ ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ. പാടശേഖരത്തിലടക്കം ചെളി കയറിയതോടെ കൃഷിയും പ്രയാസത്തിലായി. ആദ്യ മഴയിൽ തന്നെ ജലസ്രോതസ്സും മലിനമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ അകത്തൊക്കെല്ലാം വെള്ളം കയറി, പാടത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ മണ്ണ് കംപ്ലീറ്റ് ഒഴുകി പോയിട്ടുണ്ട്. JCB വന്ന് ഇന്ന് കോരിയിടും. ഇന്ന് കോരിയിട്ട് ഇത് വീണ്ടും മഴ വരുമ്പോൾ ഇത് വീണ്ടും അത് അലിഞ്ഞു പോകും. അത് അവസ്ഥ. നമുക്ക് കുടിവെള്ളം നിന്നാൽ പിന്നെ നമുക്ക് പിന്നീട് ജീവിക്കാൻ പറ്റൂലല്ലോ. റോഡും കടന്ന വീട്ടുമുറ്റത്തേക്കടക്കം ചെളിയെത്തിയതോടെ സ്കൂൾ കുട്ടികളടക്കം പുറത്തിറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെട്ടു. പലതവണ ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചവരാണ് ഇവിടത്തുകാർ. എന്നിട്ടും കാര്യമുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന DPR വിവരപ്രകാരം പ്രദേശത്ത് ഓവുചാലും സർവീസ് റോഡുമില്ല എന്ന് തീർച്ചപ്പെടുത്തിയതോടെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ച് സൂചനാ സമരവും നടത്തി. ആ GM ഇവിടെ വന്ന് ഞങ്ങളോട് എങ്ങനെയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് ആക്കിയിട്ടുള്ളത് അതൊന്ന് നമുക്ക് പറഞ്ഞു തരണം. അല്ലാതെ ഇതൊരു സൂചന മാത്രമാണ്. നാളെ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഞങ്ങളൊരു സമരം തീരുമാനിച്ചിട്ടുണ്ട്. നാളെ RDO മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിംഗ് ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. ഈ ദുരിതങ്ങൾ നേരിട്ട് നിങ്ങൾ മാധ്യമങ്ങളാണ് മുൻപ് എത്തിക്കേണ്ടത് എന്നുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ. ജനങ്ങളുടെ പ്രയാസം കണ്ടില്ലെന്ന് നടിച്ചാൽ തുടർ സമരമുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു സമരസമിതി. എനിക്ക് പിന്നിലായി കാണുന്ന ഈ പ്രദേശത്ത് 200ഓളം വീടുകളുണ്ട്. വലിയൊരു പാടശേഖരവും. ഓരോ മഴക്കാലത്തും ഇവിടമാകെ നിശ്ചലമാകുകയാണ്. കഴിഞ്ഞ 4 വർഷമായി ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ അധികൃതരുടെ മുമ്പിൽ ദുരിതം പറയാനായി മുട്ടുകയാണ്. ആരും കണ്ടിട്ടില്ല. എന്നാണ് ഇവരുടെ ദുരിതത്തിന് ഒരു പരിഹാരം കാണുക? ചെർക്കള കുണ്ടെടുക്കയിൽ നിന്നും ക്യാമറമാൻ വിനോദ് മേലിലേക്കൊപ്പം പ്രദീപ് നാരായണൻ, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഇതാണ് പലരുടെയും അവസ്ഥ എന്നുള്ളതാണ്. അതാ ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലി അക്ബർ പറയുന്നൊരു നിർദ്ദേശം ഇങ്ങനെയാണ്. സ്കൂളുകൾക്കുള്ള 2 മാസത്തെ അവധി ജൂൺ ജൂലൈ മാസങ്ങളിൽ നൽകിയാൽ ഇടയ്ക്കിടെ അവധി പ്രഖ്യാപിക്കുന്നത് ഒഴിവാക്കാം എന്നാണ് പറയുന്നത്. അതായത് നിലവിലെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ വേനൽ അവധി അല്ലെങ്കിൽ അവധിക്കാലം അത് മാറ്റി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് ആക്കണമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ അത് വിദ്യാഭ്യാസ വകുപ്പ് അത്തരത്തിലൊരു കാര്യം നേരത്തെ ചിന്തിച്ചതാണ്, ചർച്ച ചെയ്തതാണ്. പിന്നീട് അങ്ങോട്ട് പോയില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടി അക്കാര്യത്തിൽ ഒരു ചിന്തയുണ്ട് എന്ന് പറഞ്ഞത്. അത് കേരളത്തിൻ്റെ മാറി വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒക്കെ നോക്കിക്കൊണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാകാം.
അല്ലെങ്കിൽ ചർച്ചകൾ വേണം എന്നതൊക്കെ നിർദ്ദേശങ്ങൾ നേരത്തെ വച്ചതാണ്. ഒരുപക്ഷെ ഇനിയും ഉണ്ടാകാം. കാരണം നമുക്കറിയുന്നത് പോലെ നിരന്തരം മഴയാണ്. ഈ ജൂൺ മുതൽ അങ്ങോട്ടേക്ക് ഇനി വലിയ മഴ വരാൻ പോകുന്നു എന്ന പ്രവചനം വന്നു കഴിഞ്ഞു. എല്ലാ വർഷവും ഇത് ആവർത്തിക്കുന്നുണ്ട്. വലിയ വലിയ മഴക്കാലമാണ് ഓരോ വർഷവും ഉണ്ടാവുന്നത്. ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അപകടങ്ങൾ ഉണ്ടാവുന്നു. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇതിൽ ഒരു മാറ്റം വരുത്തണമെന്നാണ് ആവശ്യം. പക്ഷെ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ കൊടിയ ചൂട് അത് കഴിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ സമയത്ത് ക്ലാസ്സുകൾ വേണോ, എങ്ങനെ നടത്തുമെന്നതിൽ മറ്റൊരു ചിന്ത കൂടി വേണം. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് സർക്കാർ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. മഴക്കാലമായതോടെ നിലമ്പൂർ വഴിക്കടവ് പഞ്ചായത്തിലെ ആദിവാസികളുടെ യാത്ര ദുരിതപൂർണമാവുകയാണ്. പുന്നപ്പുഴ മറികടക്കാൻ ഒരു പാലമില്ലാത്തത് ജീവിതം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നു. 2019 തകർന്ന കമ്പിപ്പാലം ഇതുവരെയായും ശരിയാക്കിയിട്ടില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും പാലമില്ലാത്തതിനാൽ മുടങ്ങിയിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്നും ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. കണ്ണു തുറക്കുമോ അധികാരികൾ? പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള പുഞ്ചക്കൊല്ലിക്കടവിലെ പാലം തകർന്നിട്ട് 7 വർഷമായി. പുതിയൊരു പാലം നിർമ്മിക്കാത്തതിനാൽ ഇതിലെയുള്ള യാത്ര ഏറെ അപകടം നിറഞ്ഞത്. കാലൊന്ന് വഴുതിയാലോ നിയന്ത്രണം നഷ്ടപ്പെട്ടാലോ കാത്തിരിക്കുന്നത് വലിയ അപകടം. പുഞ്ചക്കൊല്ലി, അളക്കൽ നഗറുകളിൽ കഴിയുന്ന 106 കുടുംബങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള യാത്രയാണ് അപകടം നിറഞ്ഞതാകുന്നത്. നഗറിലുള്ളവരെ വഴിക്കടവുമായി ബന്ധിപ്പിക്കുന്ന പാതയാണിത്. കുത്തൊഴുക്കുള്ള പുഴ മറികടക്കാൻ മറ്റൊരു മാർഗമുണ്ടായത് മുള കൊണ്ടുള്ള ചങ്ങാടമായിരുന്നു. അതും തകർന്നു. സ്കൂൾ തുറന്ന് ഒരാഴ്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ജൂൺ മാസമായിട്ട് ഒരു 5-ാം തീയതി ആയിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് സ്കൂൾ കൊണ്ട് വിടാൻ വരെ ഒരു സംവിധാനം ഇല്ലാത്ത കഷ്ടപ്പാടിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് തന്നെ. ഏതൊരു കുട്ടികളെ കൊണ്ട് ഈ സ്കൂളിലേക്ക് MRSൽ കൊണ്ട് വിടാൻ കഴിഞ്ഞിട്ടില്ല. വെള്ളം കൂടി കൊണ്ടിരിക്കുകയാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പാണ്ടിപ്പോലും സംവിധാനം ചെയ്തു തരാൻ പഞ്ചായത്തുകാർ കൊണ്ട് ഏതൊരു സർക്കാർ കൊണ്ട് ഇപ്പൊ കഴിയാത്ത അവസ്ഥയാണോ ചെയ്യണത്. ഞങ്ങളുടെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചങ്ങാടം മറിഞ്ഞും മുങ്ങിയും ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും രക്ഷപ്പെട്ടത് ഭാഗ്യത്തിനാണ്. പുതിയ പാലത്തിനായി ഒരുപാട് ആവശ്യപ്പെട്ടു. ബോറിംഗ് പ്രവൃത്തി നടത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതല്ലാതെ മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല. ഉൾക്കാട്ടിലൂടെയാണ് പുന്നപ്പുഴ ഒഴുകി വരുന്നത്. പ്രദേശത്ത് മഴയില്ലെങ്കിലും ഉൾക്കാട്ടിലോ അയൽ സംസ്ഥാനത്തോ മഴ പെയ്താൽ പുഴയിൽ പൊടുന്നനെ മലവെള്ളപ്പാച്ചിലുണ്ടാകും. അതുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പുന്നപ്പുഴയിലൂടെയുള്ള യാത്ര ഏറെ അപകടം നിറഞ്ഞതാണ്. ഇത് നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നല്ലൊരു പാലം നിർമ്മിച്ചവരുടെ യാത്രാ പ്രശ്നത്തിനും ജീവിത പ്രതിസന്ധിക്കും പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അടിയന്തരമായി പുഞ്ചക്കൊല്ലി, അളക്കൽ ഈ മേഖലയിലെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പുന്നപ്പുഴയ്ക്ക് കുറുകെ അടിയന്തരമായൊരു പാലം നിർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബന്ധപ്പെട്ട അധികാരികൾ, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി, സംസ്ഥാന സർക്കാർ, ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ എല്ലാവരും ഈ കാര്യത്തിൽ വലിയ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. ആശുപത്രി, സ്കൂള്, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി പുഞ്ചക്കൊല്ലി, അളക്കൽ നഗറുകളിലെ ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള മുഴുവൻ കേന്ദ്രങ്ങളും പുഴയ്ക്കിക്കരയാണ്. 7 വർഷമാകാറായിട്ടും സുരക്ഷിതമായൊരു ഗതാഗത മാർഗം ഈ നഗറിലുള്ളവർക്ക് നിർമ്മിച്ചു നൽകാത്ത അധികൃതരുടെ മനോഭാവം എന്താണ്? അവർ ഈ കാട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്നാണോ? പൊതുജനം കഴുതയല്ല സാർ. വെൽക്കം ബാക്ക്. പൊതുജനം കഴുതല എന്ന പരിപാടി തുടരുകയാണ്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു, അതിലേക്കാണ്. മലപ്പുറം വെള്ളിയാമ്പുറത്ത് തെരുവുനായയുടെ ആക്രമണം. വെള്ളിയാമ്പുറത്ത് കുട്ടി ഉൾപ്പെടെ 5 പേർക്ക് കടിയേറ്റു. തെരുവുനായ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം. മലപ്പുറത്ത് വെള്ളിയാമ്പുറത്താണ് ഈ തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഗോകുൽ കെ വേണുഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, ഇന്നാണോ ഈ സംഭവം ഉണ്ടായത്? അതിൽ പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ്? എത്ര പേർക്ക് കടിയേറ്റു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജിൻ, ഇന്നലത്തെ ദൃശ്യമാണ് ഈ പുറത്തു വന്നിട്ടുള്ളത്. 5 പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റുള്ളത്. വെള്ളിയാമ്പുറം, അമ്പലപ്പടി, SNUP സ്കൂൾ പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായത്. കുട്ടി ഉൾപ്പെടെയുള്ള 5 പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റുള്ളത്. അതിൽ പരിക്കേറ്റ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റു 4 പേരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ച് അവർക്ക് ആവശ്യമായിട്ട് ചികിത്സകൾ നൽകിയിട്ടുണ്ട്. കടിയേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ
തൃപ്തികരമാണ് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ വെള്ളിയാമ്പ്ര ഉൾപ്പെടെയുള്ള മേഖലകളിൽ തെരുവുനായയുടെ ശല്യമൊക്കെ നേരത്തെയും രൂക്ഷമായിരുന്നു. തിരൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് തെരുവുനായയുടെ കടിയേറ്റതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളതുമാണ്. ഈ ദൃശ്യം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും തെരുവുനായ പിന്നാലെ വന്ന് ആക്രമിക്കുകയായിരുന്നു. അതിനെ കുടഞ്ഞു കളയാൻ ശ്രമിച്ചെങ്കിലും അത് സാധിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയൊക്കെ വേണ്ടതാണ്. അതിന്റെയൊക്കെ ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനം ഇല്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രതീക്ഷ കണ്ടു നിൽക്കുമ്പോൾ നമുക്കത് സുഖമുള്ള ദൃശ്യമല്ല. അത് കയ്യിൽ കടിച്ചത് അത് തൂങ്ങിക്കിടക്കുകയാണ്. നായ അത് പിടിവിടുന്നില്ല. എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു. ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. ഇടത് സർക്കാരിലെ ബന്ധു നിയമനം പ്രധാന ആയുധമാക്കി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നവരാണ് UDF സർക്കാർ. മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധു നിയമനം UDF സർക്കാരിനെയും തിരിഞ്ഞുകൊത്തുകയാണ്. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധു നിയമന വിവാദത്തിന് പിന്നാലെ ജനങ്ങൾക്ക് ഗവൺമെന്റ് ഓർഡറുകൾ ലഭ്യമാകുന്ന സർക്കാരിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ അപ്രത്യക്ഷമായി എന്നതും ശ്രദ്ധേയമാണ്. തിരുവനന്തപുരത്തു നിന്നും അലക്സ് റാംമുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുത്താൻ തയ്യാറല്ലേ? അധികാരത്തിന്റെ മറവിൽ ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒക്കെ സർക്കാർ സംവിധാനങ്ങളിൽ തിരുകിക്കയറ്റുന്നതിനെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചവരാണ് പ്രതിപക്ഷത്തിരുന്ന UDF. എന്നാൽ അതേ UDF അധികാരത്തിലെത്തിയപ്പോഴാകട്ടെ നിലപാടിൽ ഗംഭീര യു-ടേണും. KPCC അധ്യക്ഷനും വൈദ്യുതി മന്ത്രിയുമായ സണ്ണി ജോസഫാണ് സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കിയത്. കണ്ണൂർ ഉളിക്കൽ സ്വദേശിയും കോൺഗ്രസ് നേതാവുമായ ബെന്നി തോമസാണ് മന്ത്രി അളിയന്റെ ചെലവിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയത്. ഇത് പൊതുജനം അറിഞ്ഞതാവട്ടെ 1-ാം തീയതി പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിലൂടെ. ഈ ഉത്തരവുകൾ എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നത്? ഓഫീസ് കേരള, ഡോക്യുമെന്റ്സ് കേരള തുടങ്ങിയ വെബ്സൈറ്റുകളിലൂടെയാണ് പൊതുജനങ്ങൾ ഇത്തരം സർക്കാർ തീരുമാനങ്ങൾ അറിയുന്നത്. ഭരണനിർവഹണത്തിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഉത്തരവുകൾ പൊതു ഡൊമൈനിൽ പ്രസിദ്ധീകരിക്കുന്നത്. മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്കുള്ള ബന്ധു നിയമനം വിവാദമായതിനു പിന്നാലെ ഈ വെബ്സൈറ്റുകളും അപ്രത്യക്ഷമായി. ഓഫീസ് കേരള, ഡോക്യുമെന്റ്സ് കേരള വെബ്സൈറ്റുകൾ ഇപ്പോൾ ലഭ്യമല്ല. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളിലേക്കുള്ള നിയമനം പുരോഗമിക്കുന്നതിനിടെയാണ് ഉത്തരവുകൾ ലഭ്യമാകുന്ന സൈറ്റുകൾ അപ്രത്യക്ഷമായതെന്നത് ഗൗരവമുള്ള കാര്യം. അളിയന്റെ നിയമനത്തെ ന്യായീകരിച്ച് ഇന്ന് മന്ത്രി സണ്ണി ജോസഫ് തന്നെ രംഗത്തെത്തിയത് മറ്റു മന്ത്രിമാർക്കും ഊർജ്ജമാകുമെന്നും ഉറപ്പ്. ബ്രദർലോ എന്നല്ല എൻ്റെ മാനദണ്ഡം. അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനാണ്. ഈ ഇലക്ഷനിൽ എൻ്റെ ചീഫ് ഏജൻ്റായിരുന്നു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ട് ശുപാർശ ചെയ്തു. അദ്ദേഹം തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 ടൈം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കേരളത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച പഞ്ചായത്ത് മെമ്പറാണ്. അവിടുത്തെ എല്ലാ പാർട്ടിക്കാരും ഉൾക്കൊള്ളുന്ന കോളേജ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, പാർട്ടി സെക്രട്ടറിയാണ്. നല്ല സത്യസന്ധനായ മാതൃകാ പൊതുപ്രവർത്തകനാണ്, എല്ലാവർക്കും അറിയാം. അതെൻ്റെ സഹോദരൻ എന്നത് നിയമപരമായ തടസ്സമില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വല്പം വേറിട്ട അഭിപ്രായമുണ്ട് മന്ത്രി കെ മുരളീധരന്. ബന്ധുക്കളെ നിയമിക്കേണ്ടത് ശരിയല്ല. മുമ്പ് ഇതുപോലെ ഒരു മന്ത്രി മരുമകളെ കുക്കായിട്ട് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഏർപ്പാടുണ്ട്. അതൊന്നും ശരിയായിട്ടുള്ള നടപടി അല്ല എന്നുള്ള സ്റ്റാൻഡാണ് എല്ലാ കാലത്തും കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അപ്ഗ്രഡേഷന്റെ ഭാഗമായാണ് വെബ്സൈറ്റുകൾ ലഭ്യമല്ലാത്തതെന്നാണ് പൊതുഭരണ വകുപ്പിന്റെ വിശദീകരണം. കൊള്ളാം, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ സമയം തന്നെ. ഞാനും അപ്പനും അപ്പൻ്റെ പെങ്ങൾ സുഭദ്രയുമൊക്കെ നാളെ ഏതെങ്കിലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെട്ടാൽ അത്ഭുതപ്പെടരുത് എന്നതാണ് ലൈൻ. തിരുവനന്തപുരത്ത് നിന്നും അലക്സ് റാം മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ജനങ്ങൾക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ്. ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റം എന്ന് വേണമെങ്കിൽ പറയാം. പാറ്റകൾ സൈബറിടത്തിൽ നിന്നും തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതെ, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യ പരസ്യ പ്രതിഷേധം നാളെ നടക്കാൻ പോകുന്നു. പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളും ഒപ്പം ചേരും. ഡൽഹിയിൽ നിന്നും ബൽറാം അടങ്ങട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സൈബറിടത്തിൽ നിന്നും തെരുവിലേക്ക് പാറ്റകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE മൂല്യനിർണ്ണയ പിഴവ്, ഒപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പാറ്റ പരാമർശം. ഇതിന്റെയെല്ലാം പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടതാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. സൈബറിടത്തിൽ പിന്തുണ കൊണ്ട് അത്ഭുതം തീർത്ത പാറ്റകൾ ആദ്യമായി തെരുവിലിറങ്ങുമ്പോൾ ഉറ്റുനോക്കുകയാണ് രാജ്യം.
CBSE നീറ്റ് വിവാദങ്ങളിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് CJP പ്രതിഷേധം. ഡൽഹി ജന്തർ മന്ദിറിൽ നാളെ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ നിന്ന് യാത്ര തിരിച്ചുവെന്ന് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. വിമാനത്താവളത്തിൽ തന്നെ സ്വീകരിക്കാൻ ആരും എത്തേണ്ടതില്ലെന്നും വിമാനത്താവളത്തിൽ ഒത്തുകൂടുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അഭിജിത്ത് ദീപ്കെ. രാവിലെ 8 മണിക്ക് വിമാനത്താവളത്തിലെത്തുന്ന അഭിജിത്തിനെ സ്വീകരിച്ച് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തി പ്രതിഷേധത്തിന് അനുമതി തേടാനായിരുന്നു CJPയുടെ ആദ്യ തീരുമാനം. The protest plan on 6th is this, that at 8 a.m. in the morning, Abhijit Dipke will come, Sonam Wangchuk ji will come. They will come to the airport, people will gather there. From there, we will go to the Parliament House police station. वहाँ पे हम लोग जाके प्रोटेस्ट के लिए परमिशन मांगेंगे एंड वहाँ से हम लोग जो डेजिग्नेटेड प्रोटेस्ट साइट है जंतर मंतर वहाँ हम लोग जाएंगे एंड वहाँ पे प्रदर्शन करेंगे पीसफुली. പുതിയ സാഹചര്യത്തിൽ CJP പ്രവർത്തകർ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ഒത്തുകൂടിയാകും പ്രതിഷേധ വേദിയിലേക്ക് നീങ്ങുക. പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്ന് SFIയും പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വ്യക്തിപരമായി താല്പര്യമുണ്ടെന്ന് ആനി രാജയും വ്യക്തമാക്കി. അപ്പോൾ നാളെയാണ് പ്രതിഷേധം. എന്താണ് സംഭവിക്കുന്നത്, ഏത് രീതിയിലാണ് സർക്കാർ ഇടപെടുന്നത് നോക്കി കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. കൂടുതൽ ജനകീയ വിഷയങ്ങളുമായി നാളെ വീണ്ടും കാണാം. ഇപ്പോൾ എൻകൗണ്ടറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ജെറി പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.